പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അവസാനമായി സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. ആദ്യം തന്നെ പറയുന്നു, ഒന്നിനെയും കുറിച്ച് ആകുലരാകേണ്ട. ഇന്നത്തെ ലോകത്തിൽ ഒരുവിധം എല്ലാവരുടെയും പ്രശ്നം അവർ ആകുല ചിത്തരാണ്. അവർ ആകാംക്ഷാഭരിതരാണ്. അതുപോലെ തന്നെ ആകുലതയും. അവർക്ക് എപ്പോഴും വറിയും ടെൻഷനും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ്. നാളെക്കുറിച്ച് വലിയ വലിയ കണക്കുകൂട്ടലുകളാണ്. അതനുസരിച്ച് പോയില്ലെങ്കിൽ പിന്നീട് വലിയ വലിയ പ്രശ്നം. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഒന്നുകൂടി വായിക്കാം. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് എന്തായാലും ലഭിച്ചിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുവിൻ എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അത് ഫലിക്കുക തന്നെ ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നമ്മുടെ നന്മയ്ക്കുള്ളതാണെങ്കിൽ അത് വിശ്വാസത്തോടെ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. നിങ്ങളുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം. അപ്പോസ്തലൻ പറയുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവിൻ, നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. വീണ്ടും പറയുന്നു, അവസാനമായി സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർദ്രവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. ചുരുക്കി പറഞ്ഞാൽ, നെഗറ്റിവിറ്റിക്ക് സ്ഥാനമില്ല. എപ്പോഴും പോസിറ്റീവായി നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനാണ്
അപ്പസ്തോലൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഒന്നിനെയും കുറിച്ച് ആകുലരാകേണ്ട. നിങ്ങൾ ആകുലതപ്പെട്ടത് കൊണ്ട് നിങ്ങളുടെ ആയുസ്സിന്റെ ദൈർഘ്യം ഒരു ദിവസമെങ്കിലും കൂട്ടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? സാധിക്കുകയില്ല എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആകുലത വേണ്ട. നമ്മുടെ വിശ്വാസം കർത്താവിലാണ്. നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിലും അത് കർത്താവിൽ അർപ്പിച്ച് നമുക്ക് വിശ്വാസത്തോടെ അത് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അവ ലഭിക്കുക തന്നെ ചെയ്യും. അവ ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോകരുത്. കർത്താവിന് നിരക്കുന്ന പ്രവൃത്തികൾ മാത്രമേ നമ്മൾ ചെയ്യുവാൻ പാടുള്ളൂ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ, മനുഷ്യനും ദൈവത്തിനും പ്രീതികരമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുവാൻ പാടുള്ളൂ. ഇപ്രകാരം ജീവിച്ചാൽ നമ്മുടെ ആകുലതകൾ കുറയും, നമ്മൾക്ക് പുരോഗതി ഉണ്ടാകും. എൻ്റെ ജീവിതത്തിലൊക്കെ പറയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കർത്താവ് എന്നോട് പറയുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ഇന്നേ വരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാത്ത എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് കർത്താവ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം 100% ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. എനിക്ക് ഓർക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കർത്താവിൻ്റെ തക്ക സമയത്ത് അതെല്ലാം ഈ വചനത്തിൽ പറയുന്നത് പോലെ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, നമ്മുടെ ചിന്തകൾക്ക് അതീതമായ രീതിയിൽ കർത്താവ് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനായി നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുവാനാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ അത്ഭുത പ്രവൃത്തികളുടെയും അവസാനം കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്: നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.